ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു എണ്ണക്കൂട്ടിനെ കുറിച്ചുള്ളതാണ്. നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ കാണുന്ന ഒരു ഔഷധ സസ്യമാണ് കയ്യോന്നി. കയ്യോന്നി, കറ്റാർവാഴ, തുളസിയില ഇതുകൊണ്ടാണ് എണ്ണ കാച്ചുന്നത്. പഴയ തലമുറയുള്ളവർ എണ്ണ കാച്ചുമായിരുന്നു. പുതിയ തലമുറകൾക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കയ്യോന്നി പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കയ്യന്യം, കഞ്ഞുണ്ണി എന്നീ പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ പറമ്പുകളിലും പാടത്തൊക്കെ യഥേഷ്ടം കാണുന്നൊരു ഔഷധ സസ്യമാണ്. മുടി കൊഴിച്ചിലിനും മുടി വളരാനൊക്കെ ധാരാളം എണ്ണകൾ ഇന്ന് വിപണിയിൽ ഇറങ്ങാറുണ്ട്. അത് വേണ്ടുവണ്ണം നമുക്ക് പ്രയോജനപ്പെടത്തില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന ഒരു വളരെ ചിലവ് കുറഞ്ഞ എണ്ണക്കൂട്ടാണിത്. ഒരു പിടി കയ്യോന്നി നമുക്ക് എടുക്കാം. 3 കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കനം കുറഞ്ഞതാണ്. 3 കറ്റാർവാഴപ്പോളം എടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തുളസിയില ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 3ആണ് നമുക്ക് വേണ്ടത്. നന്നായി ഒന്ന് ചതച്ച് വരാം. ഇപ്പം നമ്മളിവിടെ കയ്യോന്നിയും കറ്റാർവാഴയും തുളസിയിലയും കൂടെ ചതച്ച് വാരിയിട്ടുണ്ട്. അത് ഈ ചട്ടിക്കകത്തോട്ട് നമ്മളിട്ടു. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കണം. ഞാൻ മേടിച്ചിരിക്കുന്നത് പാക്കറ്റ് വെളിച്ചെണ്ണയാണ്. ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. ഫ്രഷ് വെളിച്ചെണ്ണ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പാക്കറ്റ് വെളിച്ചെണ്ണ മേടിച്ചത്. എണ്ണ മുഴുവനായിട്ടും ഒഴിച്ചു. അപ്പോൾ നമുക്കിതിന് തീ കൊടുക്കാം. തീ കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കണം. കറ്റാർവാഴപ്പോളയും കയ്യോന്നിയും തുളസിയിലയും കൂടെ ചതച്ച് വാരിയത് നമുക്ക് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. കയ്യോന്നി വളരെ ഔഷധ ഗുണമുള്ള സസ്യമാണ്. തലയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ മുടിയുടെ അറ്റം പിളരുക, മുടി കൊഴിച്ചിൽ, അകാല നര ഇതിനൊക്കെ വളരെ അത്യുത്തമമാണ് കയ്യോന്നി. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കറ്റാർവാഴയും തുളസിയും വളരെ ഔഷധ ഗുണമുള്ള സസ്യമാണ്. ധാരാളം ആൻറ്റി ഓക്സിഡുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എൻ്റെ വൈഫ് ഹൗസിൽ നിന്നും കിട്ടിയ അറിവാണ്. അമ്മയാണ് ഈ അറിവ് പകർന്നു തന്നത്. വർഷങ്ങളായിട്ട് അവർ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രയോജനം അവരുടെ മുടികളിൽ കാണാൻ കഴിയും. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇത് പതഞ്ഞങ്ങ് പൊങ്ങും. ഇത് പാകമാകുമ്പോൾ ഈ പതഞ്ഞ് പൊങ്ങുന്നത് നിൽക്കുകയും ചെയ്യും. അന്നേരമാണ് അറിയുന്നത്. പതഞ്ഞ് പൊങ്ങുന്നത് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലായിക്കോണം ഇത് പാകമായിട്ടുണ്ട്. എന്നൊരു ബ്രൗൺ കളറും വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ സത്തെല്ലാം എണ്ണയ്ക്കകത്തോട്ട് ഇറങ്ങണം. അങ്ങനെ ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഇടയ്ക്കിളക്കി കൊടുക്കുക. പതം കുറച്ച് മാറുന്നുണ്ട്. പതം മാറി ബ്രൗൺ കളറായി എണ്ണ പാകമായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കൊന്ന് തണുക്കട്ടെ, വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനെ അരിച്ച് നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് കുപ്പിയിലായിട്ട് ആക്കി വയ്ക്കാം.
അരിച്ചെടുക്കാം. നമുക്കത് എന്നിട്ട് നമുക്കൊരു കുപ്പിയിലോട്ട് ഒഴിച്ച് വയ്ക്കാം. കുപ്പിയിലോട്ട് ഒഴിച്ച് വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ എണ്ണ ഇരുന്നോളും. ഇടയ്ക്കൊന്ന് വെയിലത്ത് വെച്ച് എണ്ണയൊന്ന് ചൂടാക്കി കൊടുത്താൽ നന്നായിരിക്കും. ഈ എണ്ണ വളരെ പ്രയോജനപ്പെടും. നിങ്ങളും വീട്ടിൽ ഇത് ചെയ്ത് നോക്കുക. വലിയ ചിലവില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ പ്രയോജനം 1 മാസത്തിനുള്ളിൽ ലഭിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക.